السلام عليكم ورحمة الله. الحمد لله حمدا كثيرا طيبا مباركا فيه وصلى الله على نبينا മുഹമ്മദ്. പ്രിയമുള്ളവരെ, പരിശുദ്ധ റമദാൻ അതിൻ്റെ ഏറ്റവും നിർണായകമായ ദിവസങ്ങളിലേക്ക് പ്രവേശിക്കുകയാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം റമദാനിലെ അവസാന 10 ദിവസങ്ങൾ വളരെ പ്രധാനപ്പെട്ട ദിനരാവുകളാണ്. പകലിനേക്കാളും പ്രാധാന്യം രാത്രികൾക്ക് നൽകേണ്ട ദിവസങ്ങളിലേക്കാണ് നാം പ്രവേശിക്കുന്നത്. പകലിൽ അല്പം വിശ്രമിച്ചാലും രാത്രിയെ കൂടുതൽ ജീവിപ്പിക്കേണ്ട, കൂടുതൽ ഇബാദത്തുകൾ ചെയ്തുകൊണ്ട് സജീവമാക്കേണ്ട ദിവസങ്ങളിലേക്കാണ് നാം പ്രവേശിക്കാനിരിക്കുന്നത്. രാത്രിയെ സജീവമാക്കാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ശ്രദ്ധിച്ചിരുന്ന ദിവസങ്ങളാണ് റമദാനിലെ അവസാന 10 ദിവസങ്ങളെന്ന് നമുക്കറിയാം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെക്കുറിച്ച് പറഞ്ഞത് വഫീഹി ലൈല, അതിൽ ഒരു രാത്രിയുണ്ട്, ഖൈറും മിൻ അൽഫി ഷഹർ, 1000 മാസങ്ങളെക്കാൾ പുണ്യം നിറഞ്ഞ രാവാണത്. മൻ ഹുരിമഹ ഫഖദ് ഹുരിമൽ ഖൈറ കുല്ലു, അത് നഷ്ടമായവന് എല്ലാ നന്മകളും തടയപ്പെടും. വലാ യഹ്റമു ഖൈറഹ ഇല്ലാ മഹ്റൂമുൻ, അങ്ങേയറ്റം ദൗർഭാഗ്യവാനല്ലാതെ ആ രാത്രിയിലെ നന്മകൾ നഷ്ടപ്പെടുകയില്ല, തടയപ്പെടുകയില്ല എന്ന ഹദീസിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ലൈലത്തുൽ ഖദ്റിന്റെ പ്രതിഫലം, അതിന് നന്മ നഷ്ടപ്പെടുന്ന ഒരവസ്ഥ നമുക്കൊരിക്കലും ഉണ്ടാകാൻ പാടില്ല. അതിനാൽ ഈ 10 ദിവസങ്ങളിലെ രാവും പകലും ഇഅ്തികാഫിരിക്കാൻ നമുക്ക് സാധിക്കുമെങ്കിൽ നാം അങ്ങനെ ചെയ്യുക. ഇനി അതിന് സാധിക്കുന്നില്ലെങ്കിൽ ഈ 10 ദിവസങ്ങളിലെ രാത്രിയിലെങ്കിലും ലൈലത്തുൽ ഖദ്റിന്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് അള്ളാഹുവിലേക്ക് അടുക്കുക. ഇനി അതിനും സാധിക്കുന്നില്ലെങ്കിൽ ഒറ്റയിട്ട രാവുകളിലെങ്കിലും ലൈലത്തുൽ ഖദ്റിനെ പ്രതീക്ഷിച്ച് ദുആകളും ദിക്റുകളിലും ഇബാദത്തുകളിലും മുഴുകിക്കൊണ്ട് അള്ളാഹുവിലേക്ക് അടുക്കുക. ഇനി അതിനും സാധിക്കുന്നില്ലെങ്കിൽ രാത്രിയിലെ അല്പസമയമെങ്കിലും ലൈലത്തുൽ ഖദ്റിനെ പ്രതീക്ഷിച്ചുകൊണ്ട് ആ പുണ്യം കരസ്ഥമാക്കാൻ നാം ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം പരിശുദ്ധ ഖുർആൻ പറഞ്ഞത് സലാമുൻ ഹിയ ഹത്താ മത്ലഇൽ ഫജ്ർ, നേരം പുലരുവോളം പുണ്യം തളം കെട്ടി നിൽക്കുന്ന ദിവസമാണ് എന്നാണ്. അതുകൊണ്ട് തന്നെ രാത്രിയിലെ അല്പസമയമെങ്കിലും നമുക്ക് ഇബാദത്തുകൾ ചെയ്തുകൊണ്ട് ആ പ്രതിഫലം കരസ്ഥമാക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഈ റമദാൻ നമുക്കൊരു അവസരമാണ്. അതുകൊണ്ട് തന്നെ ഈ അവസരത്തെ മുതലാക്കാൻ നാം ഓരോരുത്തരും ശ്രദ്ധിക്കുക. റബ്ബ് സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നമുക്ക് ഓരോരുത്തർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.